ഹായ്. അങ്ങനെ വ്യൂ പോയിൻറ്റിലൊക്കെ പോയി വന്നതിന് ശേഷം വീണ്ടും പുറത്ത് പോകാൻ നമ്മൾ റെഡി ആയിരിക്കുകയാണേ. ഈ ഡ്രസ്സ് കണ്ടോ, ഇതെൻ്റെ അമ്മ സ്റ്റിച്ച് ചെയ്തതാണേ. അതുകൊണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള രാവിലത്തെ കുറച്ച് പ്രഹസനങ്ങളാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അങ്ങനെ നമ്മൾ പോവാട്ടോ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ സ്വന്തം അഗോഡ ഫോർട്ടിക്കാണ്. സംഭവം ഈ ദിവസം നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും പോണ വഴിക്ക് ഇങ്ങനെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു തണുപ്പുണ്ടായിരുന്നു. കണ്ടോ, വെയിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ അഗോഡ ഫോർട്ടിലെത്തി. ശരിക്കും ഒരു നട്ടുച്ച വെയിലെ തന്നെ കേട്ടോ നമ്മളെത്തിയേ. അതുകൊണ്ട് തന്നെ വെയിലിനെയും ചൂടിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ സീസണലായതിൻ്റെ തിരക്ക് എല്ലായിടത്തും പറഞ്ഞ പോലെ തന്നെ കാണാം. പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുത്തു കേട്ടോ. അതിന് കയ്യും കണക്കുമില്ല, കാരണം നമ്മൾ 6 പേരുള്ളതുകൊണ്ട് തന്നെ കപ്പിൾസായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ മാറി മാറി കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. ഈ പോകുന്ന വഴിക്കുള്ള പോകാൻ വലിയ അടിപൊളിയല്ലേ, ഞാൻ അത് കണ്ടിട്ട് മാത്രം എടുത്താൽ കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തി. ഗോവയിൽ വന്നിട്ട് താലി കഴിക്കാതെ എങ്ങനെയാണ് പോവുക, അതുകൊണ്ട് തന്നെ അതാട്ടോ കഴിച്ച്. പിന്നെ നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും ഈ ദിവസം മൊത്തം ട്രാവലായിരുന്നു കേട്ടോ, കാരണം ഒരറ്റത്തുനിന്ന് ഒരറ്റത്തേക്ക് അടുത്തറ്റം പനാജിയിലേക്കാണ് നമ്മൾ പോണേ. ഈ സ്ഥലം കണ്ടോ, കറക്റ്റ് നമ്മുടെ കൊച്ചിയിലൊരു ജ്യൂസ് സ്ട്രീറ്റിൻ്റെയൊക്കെ ആ ഒരു ലുക്കില്ലേ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് എല്ലായിടത്തും നോക്കിയാലും അതിൻ്റെ ഡെക്കറേഷൻസ് ആട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്തൊരു ബീച്ചിലെത്തി. ഈ ബീച്ച് ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് നമുക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എന്താ വെച്ചാൽ ഞങ്ങളെല്ലാവരും ഫോണും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാവരും കൂടെ ബീച്ചിലേക്ക് ഇറങ്ങുക ചെയ്തേ. അങ്ങനെ ഇറങ്ങി കുറേ നേരം കളിച്ചു. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ശരിക്കും നല്ല ലേറ്റായിട്ടാണ് തിരിച്ചു വന്നത്. വരുന്ന വഴിക്ക് കുറേ ബോട്ടും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നില്ലേ ഇത് കാണാൻ. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് ചെറുതായിട്ട് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. അതൊന്നും ഞാനങ്ങനെ വീഡിയോ എടുത്തില്ല, കാരണം നമ്മൾ ജസ്റ്റ് ഇറങ്ങിപ്പോയി വന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതും കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ വന്നതിന് ശേഷം ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത് ശരിക്കും നമുക്ക് പോലും ഓർമ്മയില്ല, പക്ഷേ എത്രയോ മണിക്കൂർ നേരം നമ്മളങ്ങനെ സംസാരിച്ചിരുന്നു. ശരിക്കും ഈ ട്രാവലിനേക്കാളൊക്കെ മെമ്മറിയിൽ നിൽക്കുന്ന ഒരുപാട് നല്ല മൊമെൻറ്റിൽ പെട്ട കുറച്ച് കാര്യങ്ങളായിട്ട് ഇതൊക്കെ. നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചിരിക്കുന്നതൊക്കെ കുറേ കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന കുറച്ച് ഓർമ്മകളിൽ ഇതൊക്കെ എന്തായാലും ബാക്കിയായിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ സംസാരം ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വ്ലോഗിൽ കാണാം. ബൈ.